Hello friends, welcome to this new session on professional business skills. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോണത് ഇമെയിൽ എറ്റിക്കറ്റിനെ കുറിച്ചാണ്. ദ വേർഡ് എറ്റിക്കറ്റ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി പ്രോപ്പർ ബിഹേവിയർ. ഓക്കെ, നൗ ഏതൊരു ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയാലും ദർ ഇസ് എ പ്രോപ്പർ വേ ടു ബിഹേവ് ഓർ പ്രോപ്പർ വേ ടു കമ്മ്യൂണിക്കേറ്റ്. ഇഫ് യു ഡോണ്ട് ഫോളോ ദാറ്റ്, ജനറലി വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റ് ചിലപ്പോൾ നല്ല കണ്ടൻറ്റ് ആവാം, പക്ഷേ ദ വേ യു സെഡ് ഇറ്റ് ക്യാൻ ബിക്കം എ ബിറ്റ് ഒഫെൻസീവ് that the message നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആൾ കേൾക്കുന്നില്ല. ബിക്കോസ് ദ വേ യു സെഡ് ഇറ്റ് ഇസ് എക്സ്ട്രീംലി ഒഫെൻസീവ്. ആ ഒഫെൻസീവ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റർബൻസ്, നമ്മൾ നോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത് നോയ്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ദിസ് ക്യാൻ ലീഡ് ടു എ ക്രിയേഷൻ ഓഫ് എ നോയ്സ് വിച്ച് ഡിസ്റ്റോർട്ട്സ് അല്ലെങ്കിൽ വിച്ച് ക്രിയേറ്റ്സ് പ്രോബ്ലം ഫോർ ദ റെസ്പോണ്ടൻറ്റ് അല്ലെങ്കിൽ ആ റിസീവ് ചെയ്യുന്ന ആൾക്ക് ഈ പറഞ്ഞിട്ടുള്ള മെസ്സേജ് മുഴുവനായിട്ട് മനസ്സിലാവാതെ പോകുന്ന സിറ്റുവേഷനിലേക്ക് വരാം. ഓക്കെ, സോ കീപ്പിംഗ് ദാറ്റ് ഇൻ മൈൻഡ്, ലെറ്റ്സ് ഗോ ത്രൂ തിങ്സ് ദാറ്റ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് വൈൽ യു ആർ കമ്പോസിങ് എൻ ഇമെയിൽ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ത്രൂ ദാറ്റ് വൺ ബൈ വൺ. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈങ് ദ റെലവൻസ് ഓഫ് ദ ഇമെയിൽ. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഇമെയിൽ അയക്കുന്നത് എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് നല്ലപോലെ ഉണ്ടാവണം. നൗ, as I've said earlier, there are different ways of communicating. You can talk to that person over the phone, അല്ലെങ്കിൽ face to face, അല്ലെങ്കിൽ SMS വിടാം. Anything is there. N number of ways to communicate is available. But why are you using an email? എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ വേണം. When you're thinking about that, നിങ്ങൾ അതിൻ്റെ ഒപ്പം തന്നെ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ദ പർപ്പസ് ഓഫ് ദി മെസ്സേജ്. രണ്ടാമത്തെന്ന് പറയുന്നത് ദി ഒബ്ജക്റ്റീവ്. ഇവിടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഈ ഇമെയിൽ വഴി ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു ഇൻഫർമേഷൻ ഒരു കാര്യം ഇൻഫോം ചെയ്യാനോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഒരാൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ, എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, ആർഗ്യുമെൻ്റ് അല്ല ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കണം. തേർഡ് തിങ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ഇസ് യുവർ ദ കണ്ടൻറ്റ്. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഈ ഇമെയിൽ വഴി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഐഡൻറ്റിഫൈങ് ദി റെലവൻസിൽ ചിന്തിക്കേണ്ടത്. രണ്ടാമത്തെന്ന് പറയുന്നത് ടു ലൈൻ. ഓക്കെ, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഏതൊരു ഇമെയിൽ കമ്പോസ് കൊടുത്തു കഴിഞ്ഞാൽ ദർ ആർ സർട്ടൻ ലൈൻസ് ദാറ്റ് ആൻഡ് ഈച്ച് ഓഫ് ദീസ് തിങ്സ് ഹാവ് എ ഡിഫറെൻറ്റ് പർപ്പസ്. ടു ലൈൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ദ മെയിൻ പേഴ്സൺ അല്ലെങ്കിൽ ദ മെയിൻ പാർട്ടി ഇൻറ്റൻഡഡ് ഫോർ ദി ഇമെയിൽ. ക്ലിയർ? ഈ പറഞ്ഞിട്ടുള്ള ടു ലൈനിൽ എഴുതുന്ന ആളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ. ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാണ് നമ്മൾ മെസ്സേജ് വിടുന്നത്. ക്ലിയർ? അപ്പോൾ അതിൽ ആരൊക്കെ വരണം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടൊരു ധാരണ നിങ്ങൾക്ക് വേണം. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വൺ ഇസ് ദി CC ലൈൻ. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് CC. നിങ്ങൾക്ക് ചിലപ്പോൾ വണ്ടർ ചെയ്തിട്ടുണ്ടാവും, വാട്ട് ഈസ് CC, വാട്ട് ഈസ് BCC എന്ന് പറഞ്ഞത്. ഈച്ച് ഓഫ് ദീസ് തിങ്സ് ഐ വിൽ എക്സ്പ്ലെയിൻ ക്ലിയർലി. CC എന്ന് പറഞ്ഞാൽ കാർബൺ കോപ്പി. ഓക്കെ, ഈ ഇമെയിൽ ഈ CC എന്ന് പറയുന്നത് ദീസ് ആർ നോട്ട് ദി ആക്ച്വൽ റെസിപ്പിയൻസ് അല്ലെങ്കിൽ പീപ്പിൾ ഹൂം വി ഇൻറ്റൻഡ് ദിസ് മെയിൽ ടു റീച്ച്. പക്ഷേ എന്നിരുന്നാൽ പോലും ദീസ് ആർ പീപ്പിൾ ഹൂ ഹാസ് ടു ബി കെപ്റ്റ് ഇൻ ലൂപ്പ്. ഓക്കെ, നൗ നിങ്ങൾ മെസ്സേജ് ചിലപ്പോൾ ഇമാജിൻ നിങ്ങളൊരു കൊളീഗിന് വേണ്ടിയിട്ടായിരിക്കും ഈ മെയിൽ ടൈപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ മാനേജറാണ്, നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലൊരു മാനേജറായിട്ടാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഡിസ്കസ് ചെയ്ത് നിങ്ങളൊരു മെയിൽ ടൈപ്പ് ചെയ്ത് ഫോർവേഡ് ചെയ്തു. ദാറ്റ് ഈസ് ഇൻറ്റൻഡഡ് ഫോർ ദി ദ മാർക്കറ്റിംഗ് മാനേജർ ഇൻ ദി അതർ ഡിപ്പാർട്ട്മെൻറ്റ്. നൗ സാധാരണഗതിയിൽ ചെയ്യുന്നൊരു കാര്യം, ജസ്റ്റ് ടു കീപ്പ് യുവർ സൂപ്പർവൈസർ ഇൻ ലൂപ്പ് അല്ലെങ്കിൽ ജസ്റ്റ് ടു ഇൻഫോം ആ സൂപ്പർവൈസർ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് യു കീപ്പ് എ CC ടു യുവർ സൂപ്പർവൈസർ. ക്ലിയർ? അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർവൈസർ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ ഇങ്ങനെയൊരു കമ്മ്യൂണിക്കേഷൻ പോയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ക്ലിയർ? ആൻഡ് ഈ CC ഇടുന്ന ആൾക്കാർക്ക് ആര് തമ്മിലാണ് ഈ മെസ്സേജ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആൻഡ് ദാറ്റ് CC കിട്ടുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ദിസ് മെസ്സേജ് ഇസ് നോട്ട് ഡയറക്ട്ലി മെൻറ്റ് ഫോർ ദം, ഇറ്റ് ഈസ് ജസ്റ്റ് ടു ഇൻഫോം ദാറ്റ് സച്ച് എൻ ഇൻഫർമേഷൻ അല്ലെങ്കിൽ സച്ച് എ മെസ്സേജ് ഹാസ് ബിൻ പാസ്ഡ്. ക്ലിയർ? ദെൻ വി ഹാവ് സംതിങ് നോൺ ആസ് എ BCC. നൗ BCC എന്ന് പറയുന്നത് ബ്ലൈൻഡ് കാർബൺ കോപ്പി. നൗ BCC എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി സെൻഡ് BCC അല്ലെങ്കിൽ PCCയിലുള്ള ആൾക്കാരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ പേരിൽ തന്നെയുണ്ട്, ബ്ലൈൻഡ് കാർബൺ കോപ്പി. ഇപ്പോൾ ഇഫ് ഐ എം സേ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഫിനാൻസ് മാനേജർ ഈ പറഞ്ഞിട്ടുള്ള മാർക്കറ്റിംഗ് മാനേജറിന് ഒരു മെയിൽ അയക്കുകയാണ്. CC വെച്ചത് അവരുടെ രണ്ടുപേരുടെയും ബോസ് ആയിട്ടുള്ള ചിലപ്പോൾ ഒരു CEO ആയിരിക്കാം. ഓക്കെ, CEOന് CC വെച്ചിട്ടുണ്ട്.
നൗ ബി സി സി വെക്കുന്നത് ചിലപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എംപ്ലോയി ആയിരിക്കാം. ക്ലിയർ? ഇപ്പോൾ എംപ്ലോയിക്ക് ബി സി സി വെക്കുമ്പോൾ റിസീവ് ചെയ്യുന്ന എംപ്ലോയിയുടെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ എംപ്ലോയിക്ക് അറിയില്ല ആർക്കൊക്കെ ഇമെയിൽ പോയിട്ടുണ്ടെന്ന്. ഓക്കെ, ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ടു ഇൻഫോം. പക്ഷേ ഈ മെയിലുകൾ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, അതായത് സി സി ആർക്ക വെച്ച് ടു ആർക്ക വെച്ച് എന്നുള്ളത് ഈ പറഞ്ഞിട്ടുള്ള ബി സി സി കിട്ടിയ ആൾക്ക് അറിയില്ല. ക്ലിയർ? ദാറ്റ് ഈസ് ബ്ലൈൻഡ് കാർബൺ കോപ്പി. ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്. ടു എന്ന് പറയുന്നത് ഹൂ ഇസ് ദി റിയൽ ഇൻറ്റൻഡഡ് പാർട്ടി, സി സി എന്ന് പറയുന്നത് ജസ്റ്റ് ടു കീപ് ദാറ്റ് അതർ പേഴ്സൺ ഇൻ ലൂപ്പ്, ആൻഡ് ബി സി സി എന്ന് പറയുന്നത് ജസ്റ്റ് ടു ഇൻഫോം ദം, പക്ഷേ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് അറിയിക്കാണ്ടിരിക്കാനായിട്ട്. ക്ലിയർ? സാധാരണഗതിയിൽ ഈ പറഞ്ഞിട്ടുള്ള മാർക്കറ്റിംഗ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻസ് വരുമ്പോൾ എല്ലാവർക്കും ബി സി സിയോ കൊടുക്കുക. ദ റീസൺ ഇസ് യു ഡോണ്ട് വാണ്ട് ദിസ് ഇൻറ്റൻഡഡ് പേഴ്സൺ. ഇപ്പോൾ ഞാനൊരു 1000 കസ്റ്റമേഴ്സിന് മെയിൽ അയക്കുകയാണ്, എൻ്റെ പുതിയ പ്രൊഡക്റ്റിൻ്റെ ഒരു മെയിൽ വിടാണെന്ന് വെച്ചോ. നമ്മൾ സാധാരണ ബി സി സിയെ അയക്കുള്ളൂ. കാരണം വേറെ ഒന്നുമില്ല, ഇഫ് വി സെൻഡ് എ സി സി അല്ലെങ്കിൽ ഇഫ് വി സെൻഡ് ഇറ്റ് യൂസിങ് ദ 2 ലൈൻ, ഈ പറഞ്ഞിട്ടുള്ള കസ്റ്റമറിന് ആർക്കൊക്കെ അയച്ചു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ക്ലിയർ? സോ അതൊരു പ്രൈവസി ഇഷ്യൂ ഉള്ള കാരണം നമ്മൾ സാധാരണ സി സി ഇടാറില്ല, അല്ലെങ്കിൽ 2ഉം ഇടാറില്ല. മാസ് മെയിലിന് നമ്മൾ ബി സി സി നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇൻബോക്സ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ജനറൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടല്ലോ, അതെല്ലാം ബി സി സി വെച്ചിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് സബ്ജക്റ്റ് ലൈൻ. നൗ വെൻ യു തിങ്ക് അബൌട്ട് ദി സബ്ജക്റ്റ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ബ്രീഫായിട്ട് നിങ്ങളുടെ എന്താണോ ഈ എൻറ്റയർ മാറ്റർ അത് ആസ് ബ്രീഫ് ആസ് പോസിബിൾ നിങ്ങളൊരു ലൈനിൽ മെൻഷൻ ചെയ്യാം. ആൻഡ് പരമാവധി ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യരുത്. ലൈക്ക് ഐ ഹവ് ഡിസ്കസ്ഡ് ഏർലിയർ, ക്യാപിറ്റൽ ലെറ്റർ എന്ന് പറയുമ്പോൾ ചീത്ത വിളിക്കുക അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുക എന്നുള്ളൊരു ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഫീല് വരും. ക്ലിയർ? ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് സാല്യൂട്ടേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പെക്റ്റഡ്, ഡിയർ, ഹലോ, ഹായ്, അങ്ങനത്തെ അതാണ് സാല്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. ബി കെയർഫുൾ. ഓക്കെ, സാല്യൂട്ടേഷൻസ് പലപ്പോഴും തെറ്റായ രീതിയിൽ എടുക്കാറുണ്ട്. നൗ ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ ഫോർമൽ, നിങ്ങളൊരു ഫോർമൽ ആയിട്ട് നിങ്ങൾ വേറൊരാൾക്ക് അയക്കുകയാണെങ്കിൽ പോലും, ടു ബി സേഫ്, യു ഡോണ്ട് നോ ദ പേഴ്സൺ ഹൂ യു ആർ സെൻഡിങ് ഇറ്റ് ടു. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അറിയില്ല. ഇറ്റ്സ് സേഫ് ടു അസ്യൂം ദാറ്റ് യു ക്യാൻ റൈറ്റ് റെസ്പെക്റ്റഡ് ഇഫ് എന്താ പറയുക, that party who you are sending to might be somebody who is higher up the rank. അപ്പോൾ റെസ്പെക്റ്റഡ് സർ, റെസ്പെക്റ്റഡ് മാഡം പോലത്തെ സംഭവങ്ങൾ നല്ലതാണ്. ക്ലിയർ? ബട്ട് ഇഫ് നോട്ട്, ദർ ഇസ് നോ ഹാം. ഇഫ് യു നോ ദാറ്റ് പേഴ്സൺ, നിങ്ങൾക്ക് ഡിയർ അല്ലെങ്കിൽ ഹലോ എന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുക്കുന്നതിന് തെറ്റില്ല, ഡിപ്പെൻഡിങ് ഓൺ യുവർ റിലേഷൻഷിപ്പ്. പ്ലീസ് കീപ്പ് ഇൻ മൈൻഡ്, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, സെൻഡറും റിസീവറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ട് വേണം സാല്യൂട്ടേഷൻസ് അയക്കാനായിട്ട്. ക്ലിയർ? ചില സമയത്ത് നമുക്ക് അറിയില്ല ആർക്കാന്ന്, അപ്പോൾ ടു ഹൂം സോവർ ഇറ്റ് മേ കൺസേൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് കണ്ടൻറ്റ്. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കണ്ടൻ്റ് ആണ്. കണ്ടൻറ്റ് പറയുമ്പോൾ കണ്ടൻറ്റിന് ഒരു ഇൻട്രഡക്ഷൻ ഉണ്ടാവും, ഒരു മിഡിൽ ഉണ്ടാവും, ആൻഡ് വൈൻഡിങ് അപ്പ് ഉണ്ടാവും. ഓക്കെ, ഇൻട്രഡക്ഷനിൽ പ്രോബ്ലത്തിൻ്റെ ജിസ്റ്റ് കൊടുക്കണം. ആ മിഡിൽ സെക്ഷനിൽ മെയിൻ ബോഡി എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾ മെയിനായിട്ട് ഉള്ള നിറച്ച് ഡീറ്റെയിൽസ് കൊടുക്കുക. ലാസ്റ്റിൽ വൈൻഡിങ് അപ്പിൽ ഒരു പോസിറ്റീവ് നോട്ടിൽ എൻഡ് ചെയ്യിക്കാൻ നോക്കാം. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ടോൺ. ടോൺ എന്ന് പറയുന്നത് ലൈക്ക് യുവർ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഓർ യുവർ വോയിസ്, ഈ പറഞ്ഞിട്ടുള്ള ഇമെയിലിനും ഉണ്ടൊരു ടോൺ. ഓക്കെ, ആൻഡ് ഈ ടോൺ എന്ന് പറയുന്നത് ദ കൈൻഡ് ഓഫ് it stems from the language that you use, the words that you use, the writing, the nature of your writing. അങ്ങനെ കുറേ കാര്യങ്ങളിൽ നിന്ന് ഈ ടോൺ മനസ്സിലാവാം. ഓക്കെ, അത് വേണമെങ്കിൽ ഫ്രണ്ട്ലി ആവാം, ഫോർമൽ ആവാം, ഇൻഫോർമൽ, അങ്ങനെ പല രീതിയിലുണ്ട്. യു ക്യാൻ ബി പൊലൈറ്റ്, യു ക്യാൻ ബി റൂഡ്. അപ്പോൾ ടോൺ അതൊന്ന് ശ്രദ്ധിക്കണം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ യുവർ ലാംഗ്വേജ്. അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ് ഈസ് ഫോർമൽ ത്രെറ്റ്. ഓക്കെ, ഒരു ഫോർമൽ ത്രെറ്റ് നമ്മൾ ചിലപ്പോൾ ചില സിറ്റുവേഷൻസിൽ ഇഷ്യൂ ചെയ്യും. അതല്ലാത്ത എല്ലാ സിറ്റുവേഷൻസിനും ഇറ്റ്സ് ഓഫൻ ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു ഇസ് ടു ബി ആസ് പൊലൈറ്റ് ആസ് പോസിബിൾ. ക്ലിയർ? നെക്സ്റ്റ് വൺ ഇസ് ലാംഗ്വേജ്. ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഗ്രാമർ, സ്പെല്ലിംഗ്, പങ്ക്ച്വേഷൻസ്, ഇതെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നല്ലപോലെ ഗ്രാമർ മിസ്റ്റേക്ക് ഉള്ളൊരു ഇമെയിൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ദാറ്റ് പേഴ്സൺ ഇസ് ഐദർ ഹി ഓർ ഷീ ലാക്സ് എഡ്യൂക്കേഷൻ, or he or she is not careful, he's a careless nature ഉള്ള ആളാണ്. സോ
അങ്ങനെ കെയർലെസ് നേച്ചറുള്ള ആൾക്കാരെ നമ്മൾ സാധാരണ അൺപ്രൊഫഷണൽ എന്നാണ് പറയുന്നത്. സോ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ സാധാരണ ബിസിനസ്സിൽ അടുപ്പിക്കാറില്ല. സോ ദ നെക്സ്റ്റ് വൺ ഇസ് അറ്റാച്ച്മെൻറ്റ്സ്. നിങ്ങൾ അറ്റാച്ച്മെൻറ്റ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലീസ് കീപ്പ് ഇൻ മൈൻഡ് അറ്റാച്ച് only those documents or things that are absolutely necessary for your conversation. നിങ്ങളുടെ കോൺവെർസേഷൻ മീനിങ് ഫുൾ ആക്കാനും അല്ലെങ്കിൽ വാലിഡ് ആക്കാനും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സോ അറ്റാച്ച്മെൻറ്റ്സോ മാത്രമേ ചെയ്യാവൂ. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് പ്രൈവസി. നൗ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് ഇമെയിൽ ഇസ് നോട്ട് അറ്റ് ഓൾ പ്രൈവറ്റ്. നിങ്ങൾക്ക് കോൺഫിഡൻഷ്യൽ കാര്യങ്ങൾ സംസാരിക്കാനോ ഡിസ്കസ് ചെയ്യാനോ ഉണ്ടെങ്കിൽ നെവർ യൂസ് ആൻ ഇമെയിൽ. Okay, email is something that leaves traces. Okay, പ്രൂഫ് അല്ലെങ്കിൽ ട്രേസ് ലീവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. യു ഡോണ്ട് വാണ്ട് അനദർ പേഴ്സൺ ടു നോ അബൌട്ട് യുവർ, എന്താ പറയുക, നിങ്ങളൊരു സീക്രട്ട് മീറ്റിംഗ് കൂടിയിട്ടുണ്ടായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്ട്രാറ്റജി കൂടിയിട്ടുണ്ടായിരുന്നു. നൗ ഇഫ് യു ഡോണ്ട് വാണ്ട് ദാറ്റ് ടു റീച്ച് അതർ പീപ്പിൾസ് ഹാൻഡ്സ്, കാരണം ഈ പറഞ്ഞിട്ടുള്ള മെയിൽ നമ്മൾ വേറൊരാൾക്ക് വിടാണ്, അപ്പുറത്തിരിക്കുന്ന ആളുടെ മെൻറ്റാലിറ്റി നമുക്ക് അറിയില്ലെങ്കിൽ ഡോണ്ട് സെൻഡ് ആൻ ഇമെയിൽ. ക്ലിയർ? Then the next one is check and review. After you're done with your mail, okay, constructing a mail, please keep in mind to check or double check or triple check your email. Spelling mistakes, grammar mistakes, incident ടൈമിങ്സ് ആവാം. ഓക്കെ, ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ റിപ്പോർട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കാം, ഫാക്ട്സ്, ഫിഗേഴ്സ്, ഇതെല്ലാം ഡബിൾ ചെക്ക് ചെയ്യാനും ട്രിപ്പിൾ ചെക്ക് ചെയ്യാനും മറക്കരുത്. ക്ലിയർ? നെക്സ്റ്റ് വൺ ഇസ് റെസ്പോൺസ് ടൈം. നൗ റെസ്പോൺസ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഒരു ഇമെയിൽ അയക്കുമ്പോൾ നമ്മൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ലെവൽ ഓഫ് പ്രൊഫഷണലിസം ദാറ്റ് യു വോണ്ട് ടു ഷോ. ഇഫ് യു വോണ്ട് ടു ഷോ ദാറ്റ് യു ആർ എ ഹൈലി പ്രൊഫഷണൽ പേഴ്സൺ, എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലത്. ക്ലിയർ? ആൻഡ് പീപ്പിൾ പ്രിഫർ, അല്ലെങ്കിൽ പീപ്പിൾ ആക്ച്വലി ഫീൽ കംഫർട്ടബിൾ ആൻഡ് ഹാപ്പി വെൻ ദർ ഇമെയിൽസ് ആർ റെസ്പോണ്ടഡ് ക്വിക്ക്ലി. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ക്ലോസിങ്. ഇവിടെ ക്ലോസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് സിഗ്നേച്ചറും കോംപ്ലിമെൻ്ററി ക്ലോസിങ്ങും ആണ്. ഓക്കെ, നൗ സിഗ്നേച്ചർ ആൻഡ് കോംപ്ലിമെൻ്ററി ക്ലോസിങ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, എൻഡ് സെക്ഷൻ, യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി സോ ആൻഡ് സോ, താങ്കിങ് യു, അങ്ങനത്തെ സംഗതികളുണ്ടല്ലോ അത്. അപ്പോൾ ഇമെയിൽ ആ സിഗ്നേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് നിങ്ങളുടെ പേര്, യുവർ കോൺടാക്ട് നമ്പർ ഓർ ഡെസിഗ്നേഷൻ, വാട്ട് ഇസ് ദിസ്, അതാണ് നിങ്ങളുടെ ഈ പറഞ്ഞിട്ടുള്ള സിഗ്നേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ യു ഹാവ് യുവർ കോംപ്ലിമെൻ്ററി ക്ലോസിങ് ജസ്റ്റ് ബിഫോർ ദാറ്റ്. അതിൽ നിങ്ങളൊരു മെയിനായിട്ട് താങ്കിങ് യു, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, ബെസ്റ്റ് വിഷേഴ്സ്, റിഗാർഡ്സ് എന്ന് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദർ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് യു ഹാവ്. നിങ്ങളോട് ഭയങ്കര സീനിയർ ആയിട്ടുള്ള ആളാണ്, യു റെസ്പെക്ട്ഫുള്ളി എന്ന് എഴുതാം, അല്ലെങ്കിൽ ഒബീഡിയൻ്റ്ലി എന്ന് എഴുതാം. ഓക്കെ, ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് യുവർ സെയിം ആസ് ദി ഫോർമൽ ലെറ്റേഴ്സ്. നിങ്ങൾ ഫോർമൽ ലെറ്റേഴ്സ് എഴുതുമ്പോൾ ഇടുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഇസ് റൈറ്റിംഗ് എ കംപ്ലയിൻറ്റ്. നൗ കംപ്ലയിൻ്റ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇമെയിൽസ് ക്യാൻ ബി യൂസ് ടു റേസ് എ കംപ്ലയിൻറ്റ്. അപ്പോൾ കംപ്ലയിൻ്റ് എഴുതുമ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് പരമാവധി പൊളൈറ്റായിരിക്കണം. ഒരു ബ്രീഫ് ഇൻട്രോ അബൌട്ട് ദ ഇഷ്യൂ, ദെൻ ഫുൾ ഡീറ്റെയിൽസ് അബൌട്ട് ദി ഇഷ്യൂ. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ എന്തൊക്കെ സംഭവിച്ചു, നിങ്ങൾ അതിന് വേണ്ടി എന്ത് ചെയ്തു, നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് പ്രോബ്ലംസ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുക്കുക. ആൻഡ് വെൻ യു ആർ എൻഡിങ് ദ ഇമെയിൽ, മേക്ക് ഷുവർ യു എൻഡഡ് വിത്ത് എ പോസിറ്റീവ് നോട്ട്. ക്ലിയർ? ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ഹോപ്പ്ഫുൾ നോട്ടിൽ നിങ്ങൾക്കത് ചെയ്യാം. ഐ ബിലീവ് ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ള പോസിറ്റിവിറ്റിയിൽ അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ക്ലിയർ? ഓൾവേസ് വെൻ യുവർ, ഇപ്പോൾ ഒരു കംപ്ലയിൻറ്റ് മെയിലാണ് നിങ്ങൾ ഫോർവേഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദർ ഷുഡ് ബി ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻക്രീസ് ഇൻ ത്രെഡ്സ് വരണം. ഓക്കെ, ഇനീഷ്യലി ഇറ്റ് ഷുഡ് ബി എ സ്ലൈറ്റ്, എന്താ പറയുക, ബെഗിങ് എന്ന് പറയില്ല, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യുക, പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ പതുക്കെ നിങ്ങൾ നിങ്ങളുടെ ടോൺ മാറ്റി കൊണ്ടുവരാം. ഓക്കെ, ദാറ്റ് ഈസ് ഹൗ യു റേസ് എ കംപ്ലയിൻറ്റ്. അല്ലാണ്ട് ഒറ്റയടിക്ക് ത്രെഡ്സിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. ദാറ്റ് ഈസ് ത്രെട്ടൺ ചെയ്യാനും പാടില്ല. അത് ചില സിറ്റുവേഷൻസ് നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇല്ലീഗൽ ഓൾസോ. ഓക്കെ, അത് നിങ്ങൾക്ക് എതിരെ കേസും വരാം. സോ ബി കെയർഫുൾ. ഓരോന്നിനും സീക്വൻസ് ഉണ്ട് wherein you can do things. Okay, these are the 15 points that you have to keep in mind when you're composing an email. Okay, so thank you.